പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളും തുറക്കുവാനും അതിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കൊണ്ടുവരുവാനും അമ്മയുടെ മാർഗനിർദ്ദേശവും അനുഗ്രഹവും തേടി വിനയത്തോടും ആദരവോടും കൂടി ഞാൻ ഇതാ അമ്മയുടെ അടുക്കൽ വരുന്നു. ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരമോന്നത സ്രോതസ്സായ പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഞാൻ അംഗീകരിക്കുന്നു. അമ്മയുടെ സാന്നിധ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ എൻ്റെ പാത പ്രകാശിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. എന്നെ സംബന്ധിച്ച അമ്മയുടെ ഉദ്ദേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന ജ്ഞാനവും ശരിയായതുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ എനിക്ക് വിവേചനാധികാരം നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ ശക്തിയിലും സ്നേഹത്തിലും അചഞ്ചലമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഉയർന്നു വരുന്ന ബുദ്ധിമുട്ടുകൾക്കും വെല്ലുവിളികൾക്കും അപ്പുറം കാണുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ യാത്രയിലുണ്ടാകുന്ന തടസ്സങ്ങൾ വളർച്ചയ്ക്കും പരിണാമത്തിനുമുള്ള അവസരങ്ങളായി മാറുവാൻ സഹായിക്കണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ എന്നെ ശക്തിയാക്കണമേ, എന്നെ ശക്തനാക്കണമേ. അമ്മയുടെ സഹായത്താൽ എനിക്കുണ്ടാകുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ കൃപാസനം പ്രസാദപരം മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ഭവനത്തെ സമർപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഞാനിപ്പോൾ അത്യധികം വിഷമിക്കുന്ന പ്രതിസന്ധികൾ ശാരീരികം, മാനസികം, സാമ്പത്തികം, ആധ്യാത്മികം എല്ലാ മേഖലകളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, എന്നെ സഹായിക്കണമേ. അമ്മയുടെ സഹായത്താൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള കരുത്ത് തരണമേ. ഞങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, വൈകാരിക മേഖലകളിൽ എൻ്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞാൻ അർഹിക്കുന്ന വിജയത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എന്നെ നയിക്കുന്ന അവസരങ്ങളിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ കരങ്ങളുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ ജീവിതത്തിൽ ഇതിനകമുള്ള അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനും പ്രയോജനപ്പെടുത്തുവാനും എന്നെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങൾക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുവാൻ ഇടയാകട്ടെ. എൻ്റെ നന്ദി കൂടുതൽ സമൃദ്ധിയും സന്തോഷവും ആകർഷിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ഉപകാരികൾ, എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ, എൻ്റെ പാദം മുറിച്ച് കിടക്കുന്ന എല്ലാ ആളുകളെയും ഓർക്കുകയും അവരുടെ നിയോഗങ്ങളോടുകൂടി സമർപ്പിക്കുകയും ചെയ്യുന്നു. അവർക്കും അമ്മയുടെ വെളിച്ചം അനുഗ്രഹങ്ങളും ആവശ്യമുള്ള എല്ലാവരിലേക്കും അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അവരുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അമ്മയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണമേ. കാരണം എനിക്കുള്ള ഏറ്റവും നല്ല മാർഗം അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കഴിയുന്നത് നേടുവാനുള്ള ധൈര്യവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാനുള്ള വിവേകവും എനിക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, എനിക്ക് മാറ്റാൻ കഴിയാത്തത് സ്വീകരിക്കുവാനുള്ള ശാന്തതയും പക്വതയും നൽകണമേ. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം സ്ഥിരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവായ കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിന് എൻ്റെ പദ്ധതികളും ആശങ്കകളും നൽകുന്നു. എനിക്ക് ചുറ്റുമുള്ള എല്ലാവരുമായും എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കിടുന്ന അമ്മയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ചാനലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാമ്മേ, ഞാൻ ഈ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ അമ്മയുടെ ദിവ്യശക്തിയുടെ സാന്നിധ്യം എന്നെ വലയം ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നു. സമാധാനം,
പ്രത്യാശയും എന്നിൽ നിറയ്ക്കണമേ. അമ്മയുടെ സാർവത്രിക പദ്ധതിയുടെ മഹത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനെന്ന് അംഗീകരിക്കുന്നു. ഇതാ എനിക്ക് ലഭിക്കുവാൻ ഇടയാക്കട്ടെ. ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഗുണം വളർത്തിയെടുക്കുവാൻ എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ടെന്നും എല്ലായ്പ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും അനുയോജ്യമല്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ബുദ്ധിമുട്ടുകളിലൂടെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരുവാനും പക്വത പ്രാപിക്കുവാനും കഴിയുമെന്ന വിശ്വാസത്തിൽ കൊടുങ്കാറ്റുകൾക്കിടയിൽ ശാന്തത പാലിക്കുവാൻ അത് എന്നെ പ്രാപ്തയാക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, എനിക്ക് ലഭിച്ചിട്ടുള്ള വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെയും ഉദാരതയോടും കൂടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാൻ അങ്ങേ ദിവ്യജ്ഞാനം എന്നിൽ പകരണമേ. ഒരാൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും വിലമതിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അത് സഹായം ആവശ്യമുള്ളവരുമായി പങ്കിടുവാൻ പഠിപ്പിക്കണമേ. അങ്ങനെ എല്ലാ ജീവികൾക്കിടയിലും അനുകമ്പയുടെയും ഐക്യദാർഢ്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാമ്മേ, ഞാൻ ആഗ്രഹിക്കുന്ന അഭിവൃദ്ധി ഭൗതിക വശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ അത് എൻ്റെ സത്തയിൽ മുഴുവനുമായും വ്യാപിപ്പിക്കണമേ. ആന്തരിക സമാധാനം കണ്ടെത്തി വൈകാരിക സന്തുലിതാവസ്ഥയും എൻ്റെ യഥാർത്ഥ സത്തയുമായി ബന്ധവും കണ്ടെത്തുന്നതിലൂടെ എനിക്ക് ആത്മീയ അഭിവൃദ്ധി കൈവരിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധാമ്മേ, അവിടുന്ന് എനിക്ക് നൽകിയ എല്ലാ കഴിവുകളും എല്ലാ അഭിവൃദ്ധിയും തിരിച്ചറിയുവാനും അവ എൻ്റെയും മറ്റുള്ളവരുടെയും പ്രയോജനത്തിനായി ഉപയോഗിക്കുവാനും എന്നെ സഹായിക്കണമേ. എൻ്റെ സമ്മാനങ്ങൾ എനിക്ക് ചുറ്റുമുള്ളവരുമായി പ്രചോദനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമായി മാറ്റിക്കൊണ്ട് ഞാൻ ലോകത്തിന് സംഭാവന നൽകുവാനിടയാകട്ടെ. ഓ കൃപാസനം പ്രസാദപരമാതാവേ, ഐശ്വര്യത്തിലേക്കുള്ള എൻ്റെ പാതയെ തടസ്സപ്പെടുത്തുന്ന സ്വാർത്ഥതയും അത്യാഗ്രഹവും നിഷേധാത്മക വികാരങ്ങളും എന്നിൽ നിന്ന് നീക്കം ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുവാനും തുടർ വളർച്ചയുടെ പ്രാധാന്യം തിരിച്ചറിയുവാനും എന്നെ അനുവദിക്കുന്ന വിനയം എൻ്റെ യാത്രയുടെ അടിത്തറയാകട്ടെ. ഒരു നല്ല സുഹൃത്ത്, കൂട്ടാളി, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി അല്ലെങ്കിൽ ഞാൻ വഹിക്കുന്ന മറ്റേതെങ്കിലും റോൾ ആക്കാൻ എന്നെ അനുവദിച്ചുകൊണ്ട് എൻ്റെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞാൻ സ്നേഹിക്കുന്നവരുടെ ജീവിതം ശക്തിപ്പെടുത്തണമേ. പൊതുനന്മയും പരസ്പര സന്തോഷവും തേടി നമ്മെ ഒരൈക്യ കുടുംബമാക്കി മാറ്റുന്ന, നമ്മുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്ന കണ്ണെ സ്നേഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം നന്ദിയുടെ ഒഴിച്ചുകൂടാനാവാത്ത സ്രോതസ്സായിരിക്കട്ടെ. ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും നന്ദി പറയാൻ ഞാൻ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. എൻ്റെ നന്ദി എനിക്കും എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും കൂടുതൽ ഐശ്വര്യവും സന്തോഷവും ആകർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിനും എൻ്റെ യാത്രയിൽ എപ്പോഴും സന്നിഹിതയായിരിക്കുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഓ കൃപാസനം പ്രസാദപരമാതാവേ, സന്തോഷത്തിൻ്റെ സമയങ്ങളിലും ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിലും എനിക്ക് അങ്ങയെ ഒരു സുരക്ഷിതമായ താവളമായി കണക്കാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഈ പ്രാർത്ഥന തുടരുമ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും അമ്മയുടെ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടുവാനുള്ള എൻ്റെ പ്രതിബദ്ധത ഞാൻ പുതുക്കുന്നു. അമ്മയുടെ ലക്ഷ്യങ്ങളിലേക്ക് എന്നെ അടുപ്പിക്കുന്നതും എനിക്ക് ചുറ്റുമുള്ള ലോകത്തിന് ക്രിയാത്മകമായ സംഭാവന ചെയ്യാൻ എന്നെ അനുവദിപ്പിക്കുന്നതുമായ പാത തിരഞ്ഞെടുക്കുവാൻ എനിക്ക് വിവേചനാധികാരം നൽകണമേ. ഓ കൃപാസനം പ്രസാദപരമാതാവേ, സംശയത്തിൻ്റെയോ ഭയത്തിൻ്റെയോ നിഴലുകളെ അകറ്റുവാൻ അമ്മയുടെ പ്രകാശം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. എന്ത് സംഭവിച്ചാലും എന്നെ നന്മയിലേക്ക് നയിക്കുന്ന എൻ്റെ അരികിൽ അമ്മയുണ്ടെന്ന് മനസ്സിലാക്കി അമ്മയെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെ സാന്നിധ്യമുണ്ടാകട്ടെ. ഞാൻ കടന്നു പോകുന്ന ആളുകളിലും സ്വയം അവതരിപ്പിക്കുന്ന അവസരങ്ങളിലും എന്നെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതിയുടെ സൗന്ദര്യത്തിലെ ചെറിയ അനുദിന സന്തോഷങ്ങളിൽ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞാൻ അമ്മയുടെ പ്രകാശത്തിൻ്റെ ഒരു ചാനലായിരിക്കട്ടെ. ഞാൻ പോകുന്നിടത്തെല്ലാം പോസിറ്റിവിറ്റിയും ദയയും പ്രസരിപ്പിക്കുന്നത് ഇടയാകട്ടെ. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും എൻ്റെ പാത മുറിച്ചു കിടക്കുന്നവരെയും പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാക്കി എന്നെ മാറ്റണമേ.
കഷ്ടപ്പാടുകളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക്, ഭാഗ്യം കുറഞ്ഞവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കാരുണ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസവും പിന്തുണയും നൽകട്ടെ. ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സംവേദനക്ഷമതയുള്ളവനായിരിക്കുവാൻ ഇടയാകട്ടെ. ഈ നിമിഷത്തിൽ ആവശ്യമുള്ളവർക്ക് സഹായകരം നീട്ടുവാൻ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ഞാൻ അമ്മയ്ക്ക് എൻ്റെ പദ്ധതികളും നൽകുന്നു. ഓരോ അനുഭവവും വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള അവസരമാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതം അവതരിപ്പിക്കുന്ന മാറ്റങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാനുള്ള ധൈര്യം എനിക്ക് നൽകണം. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തി എന്നിലുണ്ടെന്നും വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി എനിക്ക് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ എന്നെ സഹായിക്കണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനകൾക്കിടയിലുള്ള ഒരു ആത്മാർത്ഥ സംഭാഷണമായി ഞാനിത് കണക്കാക്കുന്നു. അമ്മയുമായുള്ള എൻ്റെ ബന്ധം ശക്തിപ്പെടുത്തണമേ. ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നതാണെന്നും അമ്മയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ചൊരിയപ്പെടുമെന്നും വിശ്വസിക്കുന്ന പ്രതീക്ഷയുടെ ജ്വാല ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിലനിർത്തട്ടെ. പരിശുദ്ധാമ്മേ, ഞാൻ ഈ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. ഞാൻ പറയുന്ന ഓരോ വാക്കും അമ്മയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെയും എനിക്കുള്ള അമ്മയുടെ കരുതലിൻ്റെയും എൻ്റെ വിശ്വാസത്തിൻ്റെയും പ്രഖ്യാപനമാണ്. അന്ധകാരത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും നിമിഷങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുമ്പോഴും അമ്മയുടെ വെളിച്ചം എൻ്റെ പാതയിൽ പ്രകാശിപ്പിക്കണമേ. പ്രത്യാശയും പൂർത്തീകരണവും നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് എന്നെ നയിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നേരിടുന്ന പരീക്ഷണങ്ങളിലെ മറഞ്ഞിരിക്കുന്ന പാഠങ്ങൾ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ. വെല്ലുവിളികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവയെ ആത്മീയ വളർച്ചയ്ക്കും വ്യക്തിഗത പക്വതയ്ക്കും അവസരമാക്കി മാറ്റുവാൻ ഇടയാകട്ടെ. എൻ്റെ ജീവിതത്തിലെ വിലയേറിയ നിധികൾക്കായി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അമ്മയുടെ സംരക്ഷണവും അനുഗ്രഹവും ഞാൻ അപേക്ഷിക്കുന്നു. ഏതെങ്കിലും ആപത്തിൽ നിന്നോ തിന്മയിൽ നിന്നോ ഞങ്ങളെല്ലാവരെയും വിടുവിക്കണമേ. അമ്മയുടെ സ്നേഹമുള്ള കരം ഞങ്ങളെ പൊതിയട്ടെ. ഞങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കട്ടെ. അമ്മയുടെ കൃപയിൽ നിന്നുള്ള ഉറവകൾ എൻ്റെ ലക്ഷ്യങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുവാനിടയാക്കട്ടെ. അർപ്പണബോധമുള്ള പരിശ്രമത്തിൻ്റെ ഫലം കൊയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഉത്കണ്ഠയും തിടുക്കവും ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ. പരിശുദ്ധാമ്മേ, എൻ്റെ വിശ്വാസം അചഞ്ചലമായിരിക്കുവാൻ സഹായിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ അത് ശക്തിപ്പെടുത്തണമേ. എന്നോടുള്ള അമ്മയുടെ തിരുവാധ്യമായ സ്നേഹത്തിൽ എനിക്കൊരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയുള്ള യാത്ര പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, പ്രത്യാശയുടെ വഴികാട്ടിയായി അമ്മ കൂടെ ഉണ്ടാകണമേ. എൻ്റെ ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് എൻ്റെ ദൗത്യം ഊർജത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നിറവേറ്റുവാൻ കഴിയുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈ സമയം നിസ്സഹായരായവർക്കും താങ്ങാനാകുന്നതിലും അപ്പുറമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും വേണ്ടി പരിശുദ്ധ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ. കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ നിമിഷം ഞാൻ അമ്മയുടെ മുൻപിൽ എൻ്റെ പ്രാർത്ഥനകളോടൊപ്പം അവരുടെ നിയോഗങ്ങളെയും ഉയർത്തുന്നു. അമ്മയുടെ അനുകമ്പയും സ്നേഹവും കഷ്ടതകൾക്കിടയിലും ആശ്വാസവും പ്രത്യാശയും നൽകുന്ന എല്ലാ പീഡിത ഹൃദയങ്ങളിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം ഇവ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. പലപ്പോഴും നാം അറിയുകയോ അറിയാതെയോ പോയിട്ടുണ്ടാകാം. ഈ നിമിഷം അവയെല്ലാം ഓർത്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണം നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ ഭവനത്തോടൊപ്പമുണ്ട്, നമ്മുടെ മാതാപിതാക്കളോടൊപ്പമുണ്ട്, നമ്മുടെ സഹോദരങ്ങളോടൊപ്പമുണ്ട്. ഏറ്റവും പ്രത്യേകമായും ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന്, ദുരാരൂപികളിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കുവാൻ അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രസാദപര മാതാവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ലക്ഷക്കണക്കിന് മനുഷ്യർ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുകയും അത്ഭുതങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ള പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. നാളിതുവരെ നടക്കാത്ത നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് അമ്മയുടെ അത്ഭുതം സംഭവിക്കുന്നത് കാണാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ
പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ.